2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ 177 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക പൊരുതുന്നു. 100 കടന്ന ദക്ഷിണാഫ്രിക്കയുടെ 4 വിക്കറ്റുകൾ നഷ്ടമായി. അർദ്ധ സെഞ്ചുറിയുമായി ഹെൻറിക് ക്ലാസൻ. വിവരങ്ങളുമായി ചേതൻ സാജൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ചേതൻ, 177 എന്ന സ്കോറിലേക്ക് ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു സ്കോർ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ദക്ഷിണാഫ്രിക്ക പൊരുതുന്നു. 100 കടന്ന ഒരു സാഹചര്യം. എന്തും സംഭവിക്കാവുന്ന വളരെയധികം ആകസ്മികമായ മണിക്കൂറുകളിലൂടെ വളരെ പ്രതീക്ഷിക്കാവുന്ന ഇന്ത്യൻ ആരാധകർ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ ചെറിയൊരു പേടി കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകളാണല്ലേ? അതെ അഞ്ജന, ഈ മത്സരം പുരോഗമിക്കുന്നതോടുകൂടി ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് അത്ര ശുഭകരമായ വാർത്തയല്ല നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക പതിയെ പൊരുതി വിജയത്തോട് അടുക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. നിലവിൽ ഇപ്പോൾ 16 ഓവർ പിന്നിട്ടിരിക്കുകയാണ്. 4 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക എടുത്തിരിക്കുന്നത്. ഇനി 24 ബോളിൽ 26 റൺസ് വേണം. ഇപ്പോൾ ക്രീസിലുള്ളത് ഹെൻറിച്ച് ക്ലാസനും അതുപോലെ തന്നെ മില്ലറുമാണ്. ഒരു വാർത്തയും കൂടി വന്നത്, അതായത് ഇപ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കയുടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹെൻറിച്ച് ക്ലാസൻ അർദ്ധ സെഞ്ചുറി നേടി 82 റൺസ് എടുത്ത് ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ബോളിൽ ഋഷഭ് പന്ത് ക്യാച്ച് ഔട്ടാവുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം. പക്ഷേ എന്നാലും നമുക്ക് എടുത്തു പറയേണ്ടത് ഇന്ത്യയിലെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലെവലിലെ തകർച്ച തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്. 3 ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് മാത്രമാണ് 2 അക്കം കാണാൻ സാധിച്ചത്. ഒന്ന് വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി, അതുപോലെ തന്നെ ശിവം ദുബെ, അക്സർ പട്ടേൽ എന്നീ ബാറ്റ്സ്മാൻമാർക്ക് മാത്രമാണ് അല്പമെങ്കിലും പൊരുതുവാൻ സാധിച്ചത്. ബാക്കി എല്ലാവരും ഒറ്റ അക്കലത്തിൽ തന്നെ ഔട്ടാവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് മത്സരം അതിൻ്റെ അവസാന ലാപ്പിൽ അടുക്കുമ്പോൾ പതുക്കെ ദക്ഷിണാഫ്രിക്ക വിജയത്തിലേക്ക് എന്നതുപോലെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അഞ്ജന, ചേതൻ, ദക്ഷിണാഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ അതൊരു വലിയ ചരിത്രം കൂടിയാണ്. ആദ്യമായാണ് ലോകകപ്പ് ഫൈനലിലേക്ക് അവർ എത്തുന്നത്. ഈ ഒരു കിരീടം ഉയർത്താൻ സാധിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചരിത്രമാണ്. ഇപ്പോൾ മത്സരത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിജയത്തോടടുക്കുന്ന കാഴ്ച തന്നെയാണ് ദക്ഷിണാഫ്രിക്കയുടെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ കഴിയുന്നത്. കാരണം 24 ബോളിൽ ഇനി വെറും 26 റൺസ് മാത്രം മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ. അതൊരു നിസ്സാരമായി തന്നെ നേടാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിയും എന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതെ അഞ്ജന, അങ്ങനെ ദക്ഷിണാഫ്രിക്കയുടെ എഴുതിത്തള്ളാൻ നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്യുഗ്രമായ ഒരു ബൗളിംഗ് പെർഫോമൻസ് നമുക്കിപ്പോൾ കാണിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഏകദേശം വിജയിക്കുവാൻ വേണ്ടി സാധിക്കൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു മാജിക്കിലേക്കൊക്കെ ഒന്ന് പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ മത്സരമാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ആര് വേണമെങ്കിലും വിജയിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിജയസാധ്യത ദക്ഷിണാഫ്രിക്കക്ക് തന്നെയാണ് എന്ന് വേണം നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക ജയിച്ചാൽ അത് അവരെ സംബന്ധിച്ചുള്ള വലിയൊരു നേട്ടമാണ്. കാരണം ഒരു ICC ടൂർണമെൻറ്റിൽ കപ്പ് സ്വന്തമാക്കാൻ നാളിതുവരെയായി സൗത്ത് ആഫ്രിക്കക്ക് സാധിച്ചില്ല. ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ 2013 ഈ ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ കപ്പടിച്ചതിന് ശേഷം പിന്നീട് ഈ 10-11 വർഷമായി ICC ടൂർണമെൻറ്റിലൊന്നും കപ്പ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഏതായാലും നമുക്കിപ്പോൾ നോക്കാം. മത്സരം ഇനി അവസാനം നിമിഷത്തിലേക്ക് എത്തുകയാണ്. ഇനി 4 ഓവർ മാത്രമേ പുരോഗമിക്കാനുള്ളത്. ദക്ഷിണാഫ്രിക്ക 5 വിക്കറ്റിൽ 152 എന്ന നിലയിലാണ്. അഞ്ജന.